ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കാലം ചിറകിലേറി പോകുന്നു എന്നൊക്കെ പറയുന്ന ശൈലിക്ക് കൂടുതൽ പരിഷ്കാരങ്ങൾ വന്നു ചേർന്ന കാലമാണിത്. കാരണം കാലം പക്ഷികളുടെ വേഗത്തിലല്ല ഇപ്പോൾ പോകുന്നത് എന്നത് തന്നെ. അതിവേഗമാണ് കാലത്തിന്. മുമ്പൊക്കെ കാലത്തിന്റെ നിർവചനം പറയുമ്പോൾ നിയതമായ ആവർത്തനങ്ങളോട് ചലിക്കുന്ന ഒരു ചക്രമാണ് കാലം എന്ന് പറയുമായിരുന്നു. അതിന് കാരണം അതിൽ എല്ലാം കൃത്യമായ ഇടവേളകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കാലത്തെ അളക്കാൻ തുടങ്ങി. കാരണം ഓരോ കാലത്തിനും അനുസരിച്ച് ഒരുക്കങ്ങൾ നടത്തി ജീവിക്കാൻ മനുഷ്യരാശി പഠിക്കുകയായിരുന്നു. ചില കാലത്ത് കനത്ത മഴ, മറ്റു ചിലപ്പോൾ കൊടും മഞ്ഞും തണുപ്പും, മറ്റു ചിലപ്പോൾ കൊടും വേനൽ. അങ്ങനെ നമ്മൾ ഋതുക്കൾ വേർതിരിച്ചു. കനത്ത മഴ പെയ്യുന്ന വർഷ ഋതു, മഴ മാറി വെയിൽ വരുന്ന ശരത് ഋതു, അല്പം മഴയും മഞ്ഞുമുള്ള ഹേമന്ത ഋതു, തുലാവർഷം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇടിയും മിന്നലുമുള്ള മഴ പെയ്യുന്ന കാലമാണ് ഈ ഹേമന്ത ഋതു. കടുത്ത മഞ്ഞുള്ള കാലമാണ് ശിശിര ഋതു. കേരളത്തിലെ ഏറ്റവും തണുപ്പുള്ള ധനു മകരമാസങ്ങൾ ഈ ഋതുവിലാണ്. നോക്കൂ, ഈ കാലവ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ കവികൾ എഴുതിയ പാട്ടുകൾ അതാത് കാലത്തിന്റെ പ്രത്യേകതകളെ അടയാളപ്പെടുത്തിയവയുമായിരുന്നു. അതിൽ മലയാളികൾ ഒരിക്കലും മറക്കാത്ത പാട്ടുകളിലൊന്നാണ് ശരറാന്തൽ തിരിതാഴ്ന്നു എന്ന് തുടങ്ങുന്ന പാട്ട്. പ്രത്യേകിച്ചും അതിലെ ഈ വരി: മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. അതുപോലെ തന്നെ മകരത്തിലെ കുളിരിനെ സവിശേഷമായി അടയാളപ്പെടുത്തുന്ന മറ്റൊരു പാട്ടുമുണ്ട്. മകരം പോയിട്ടും മാടമുണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ. മഞ്ഞുമാറി വെയിൽ വരികയും എങ്ങും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന കാലമാണ് വസന്ത ഋതു. മാവ് പൂക്കുന്ന കാലം, വാഗ പൂക്കുന്ന കാലം, കുയിലുകൾ പാടുന്ന കാലം, പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാലം. എത്രയെത്ര കവിതകൾ ഈ ഋതുവിനെ ചാരിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇനി കൊടും വെയിലും ചൂടുമുള്ള കാലമാണ് ഗ്രീഷ്മ ഋതു. കുളങ്ങളും നദികളും വറ്റിവരണ്ടും സകല പുൽക്കൊടികളും കരിഞ്ഞു പോകുന്ന കാലം. മനുഷ്യനും മൃഗങ്ങളും ദാഹിച്ചു വലയുന്ന കാലം. പക്ഷെ അപ്പോഴേക്കും പ്രകൃതി മറ്റൊരു കുസൃതി ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു. മാമ്പഴവും ചക്കപ്പഴവും ധാരാളം നൽകുമായിരുന്നു. ഇങ്ങനെ നിയതമായ ആവർത്തനങ്ങളോടെ ചലിക്കുന്ന ഒരു ചക്രമായിരുന്നു നമുക്കും കാലം എന്നത്. എന്നാൽ അത് മാറി ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഒന്നുകിൽ തോരാമഴ അല്ലെങ്കിൽ കൊടും ചൂട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന കാലാവസ്ഥാ മാറ്റ പഠന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാർഷിക റിപ്പോർട്ട് പുറത്തിറങ്ങി. കേരളത്തിലെ ശരാശരി താപനിലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്രമാതീതമായ വർധനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത്. ഏപ്രിൽ മാസ താപനിലയിലാണ് ഏറ്റവും കൂടിയ വർധനവ് രേഖപ്പെടുത്തിയത്, 1.85 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഗ്രീഷ്മകാലത്ത്. 124 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ വാർഷിക ശരാശരി താപനിലയിലെ വർധന 0.99 ഡിഗ്രിയായി ഉയർന്നതും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായി റിപ്പോർട്ടിലുണ്ട്. 2024 കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടേറിയ വർഷമായി മാറിയെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുമായി ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. 2016 0.77 ഡിഗ്രിയും 2023 0.76 ആയിരുന്ന താപനിലയാണ് പെട്ടെന്ന് വർദ്ധിച്ച് 0.99 ഡിഗ്രിയായി ഉയർന്നത്. സംസ്ഥാനത്തെ എല്ലാ ഋതുക്കളിലും താപനില വർദ്ധിക്കുന്ന പ്രവണത ദൃശ്യമായി. ശൈത്യകാല താപനിലയിൽ വർധന പോലും 1.17 ഡിഗ്രിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ മഞ്ഞുകാലത്തിനാണ് ഈ ഡിസംബറിൽ തിരശ്ശീല വീണത്. അതായത് മകരമാസ കുളിര് എന്നൊക്കെ എഴുതിയ ആ കാലമാണെന്ന് ഓർക്കുക. ജനുവരിയിലും തണുപ്പ് കുറഞ്ഞതിന്റെ കാരണം റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പണ്ടുകാലത്ത് ഈ ഋതുക്കൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഋതുക്കളിലെ പ്രത്യേകതയ്ക്കനുസരിച്ച് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ ശീലിച്ചിരുന്നു. ആ പ്രകൃതിക്കനുസരിച്ച് കലയും സാഹിത്യവും രൂപപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മകരമാസ കുളിരിനെക്കുറിച്ച് കവിക്ക് പാടാൻ പറ്റിയത്. ഇനിയുള്ള കാലം അതിന് സാധ്യതയില്ല. കാലക്കേടിന്റെ കാലമാണല്ലോ. അപ്പോൾ പിന്നെ ഈ പാട്ട് മതിയാകും. ലോകം കാണാൻ